ഇത്രയേറെ ആളുകൾ ഇത്രയും സമയം ഒന്നിച്ചൊന്നായി ഈ സംഗമ വേദിയിൽ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അടർന്നിട്ടില്ല ഭാവി. നമ്മളോട് തന്നെ ഉണ്ട് ഇപ്പൊ ഐറ്റികൾ. ആ ഭാവിയെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ പറയുന്ന ഭാവി എന്ന് പറയുന്ന സാധനത്തെ കൂടെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഗമ ഭൂമി ധന്യമായേനെ. ഇവിടെ ഇപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം നോക്കുമ്പോൾ ഒരു 35 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അതിന് പ്രായമുള്ള കുറച്ചാളുകളൊക്കെ കാണുന്നുണ്ട് എങ്കിലും നമ്മുടെ ആ ചെറിയ ജന്മങ്ങളെ, നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ജന്മങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഞാനൊരു 10-22 കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട പോലീസുകാരനാണ്. എനിക്കിങ്ങനെ അടരുന്ന ഭാവിയെ കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന കുറേ സംഗതികൾ നിങ്ങളോട് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എനിക്കത് മാത്രമേ അറിയുള്ളൂ. ശരിക്കും ഒരു കുശുമ്പ് പരിപാടിയായത്. ആടെ കണ്ടത് ഇവിടെ വിളിച്ചറിയാം. പക്ഷെ നിങ്ങളെ മുഖത്ത് ഞാൻ വളരെ നിങ്ങളെ കാണുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയോ? നിങ്ങളെ മുഖത്തൊന്നും ഒരു സങ്കടവും ഇല്ല. നിങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഈ കുട്ടികളെ കുറിച്ചിട്ടോ നിങ്ങളെ ഭർത്താവിനെ കുറിച്ചിട്ടോ കുടുംബത്തിനെ കുറിച്ചൊന്നും ഒരാശങ്കയും കാണില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ നാട് അത്ര നല്ലതല്ല എന്നതാണ് ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഏറ്റവും ചെറിയ ഉപദേശം എന്നറിയോ? നിങ്ങൾ ഇന്ത്യ ഒന്നും നന്നാക്കാൻ തൽക്കാലത്തേക്ക് നിൽക്കണ്ട. അതിനെല്ലാം വേറെ ആളുണ്ട് ഇവിടെ. കേരളം നന്നാക്കുന്നേ നിങ്ങൾ നോക്കണ്ട, അതിനും ആളുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ജന്മവും അവരവരുടെ വീട് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ഈ കുടുംബ സംഘവും ഈ നാടും ധന്യമാവുക എന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും ഏത് നിമിഷവും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള പേടിയോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ മുഖത്ത് ആ പേടിയേ ഇല്ല. നിങ്ങൾ വളരെ ഹാപ്പി. നിങ്ങളെ വീട്ടിൽ ആപത്ത് ഉണ്ടാവില്ല എന്നാ നിങ്ങൾ പറയുന്നത്. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞാലൊക്കെ കേൾക്കുവോ? നമ്മളെ അടരുന്ന ഭാവി പറഞ്ഞാൽ കേൾക്കുവോ? 6 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ പടക്ക എന്ന് പറഞ്ഞാൽ എണീക്കുന്നുണ്ട് ഐറ്റുകള്. 10 മണിക്ക് ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഫടാഫട്ട് ഉറങ്ങുന്നുണ്ടോ കുട്ടികള്? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറൊക്കെ ഇഷ്ടത്തോടു കൂടി ഉമ്മ തന്നതല്ലേ എന്ന് പറഞ്ഞ് തിന്നുന്നുണ്ടോ കുട്ടികള്? മുടി വിചാരിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ? ട്രൗസർ ഉടുക്കേണ്ടടുത്ത് തന്നെയാണോ ആ കുട്ടികൾ ഉടുക്കുന്നത്? അല്ലേ? അപ്പൊ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. അതാണ് വിഷയം. ഇനി ഞാനിതെല്ലാം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത 2 വീലും അപ്പുറമാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താ അറിയോ? എനിക്കൊരു ഭാര്യയും 2 കുട്ടികളുണ്ട്. ഓരോ കളി കണ്ടാലില്ലേ, ഇവര് 3 കൂടി കളിച്ചു കൂട്ടുന്ന കളി കാണണം. ഈ കുട്ടികളെ കാണണം നിങ്ങള്. ഓരനുസരണയില്ല ഇറ്റേക്ക്. പക്ഷെ എന്നെല്ലാം കാണുമ്പില്ലേ വളരെ ഭവ്യതയുണ്ട്. നമ്മളിങ്ങാടുന്ന് ഇറങ്ങണ്ട താമസം. നിങ്ങളിവിടെ എങ്ങനെയുണ്ട് സാർ? വളരെ നല്ല പറയുന്ന കേൾക്കുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ടോ നിങ്ങളെ വീട്ടില്? അല്ല, നിങ്ങള് മിണ്ടൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ട്. കാരണം എന്താ അറിയോ? നിങ്ങളെ നോട്ടം അത്ര നല്ലതല്ല. ഈ സ്റ്റേജ് മേലിൽ നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോ ഇല്ലേ, എൻ്റെ ഉള്ളിൽ നിന്നൊരു പാളിച്ചയാണ്. കാരണം നിങ്ങളെ നോട്ടം കാണുമ്പോൾ എനിക്ക് പേടിയാന്നെന്താ അറിയോ? ഞാൻ കഞ്ചാവാറ്റം വെക്കുമെന്ന് ഒരുത്തനെ പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണം എന്നറിയോ? കുറച്ചും കൂടി നല്ലോണം നോക്കണം എന്നെ. ഞാൻ കുറച്ച് സംഗതി ആടുന്നും പെടുന്ന പഠിച്ചു വന്നതാ. അത് നിങ്ങളോട് പറയണമെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടാവണം. അത് നിങ്ങളെ നോട്ടത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അവിടെ എനിക്ക് നിങ്ങളെ മക്കളൊക്കെ നല്ലോണം വളരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കണമെന്നും വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നും ഒരു ഗ്ലാസ് ആ കുട്ടിയുടെ കൈകൾ കൊണ്ട് ആ വന്ന ആൾക്ക് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. എന്നെ പോലെ തന്നെ കേട്ടോ നിങ്ങളും. ആഗ്രഹേ ഉള്ളൂ. നടക്കുന്നുണ്ടോ? ഇല്ല. അത് ശരി. പിന്നെ നമ്മളെന്തിനാ ബാപ്പാന്നും ഉപ്പാന്നും പറഞ്ഞ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ നിയന്ത്രിക്കാൻ, നിങ്ങളെ ശാസിക്കാൻ, നിങ്ങളെ മക്കൾ എല്ലാവരോടും സംസാരിക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ടിപ്പേ പറയാനുള്ളൂ. ആ ടിപ്പ് നിങ്ങൾക്ക് കേൾക്കണോ? വേണോ? എങ്കിലും കേട്ടോളി. നിങ്ങളെ കുടുംബവും നിങ്ങളെ വീടും നിങ്ങളെ ഭാര്യയും മക്കളും നന്നാവണമെങ്കിൽ, ഭാവി നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, കുടുംബം തകരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പോലീസുകാരനായി ജീവിക്കണം. ആരായി ജീവിക്കണം?
എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളെ മുഖം കറുത്തുപോയി, പെണ്ണുങ്ങൾ എന്തെല്ലോ ആയിപ്പോയി പോലീസ് എന്ന് പറഞ്ഞപ്പോ. അല്ലേ, പോലീസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മുഖം എന്തിനാ കറുത്തത്? അല്ല പോട്ടെ, പോലീസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നെന്താ? പോലീസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നതറിയോ? ആ വളവുന്ന് ഹെൽമെറ്റ് പിടിക്കുന്ന വേട്ടക്കാരൻ, ഭീകരൻ, വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവൻ നോക്കി ഞങ്ങളെ മനസ്സിൽ പോലീസ് എന്ന് പറയുമ്പോൾ ഉയർന്നു. നിങ്ങൾ ആരെങ്കിലും പോലീസ് വേണ്ടാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? പക്ഷെ പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അതേ മാനസികാവസ്ഥ എൻ്റെയും. പോലീസിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടേനു. പക്ഷെ 22 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ അറിവെന്താണെന്നറിയോ? എനിക്ക് പോലീസിനെ കുറിച്ച് മനസ്സിലായതെന്താണെന്നറിയോ? പോലീസ് ശരിക്കും പറഞ്ഞ മനുഷ്യനല്ല. പിന്നെ ആരാ? പോലീസ് പടച്ചോനാണ്, പടച്ചോൻ. അപ്പൊ നിങ്ങളെ മുഖത്ത് പിന്നെയും ചിരി. പടച്ചോ, ഇന്നലെയും ജീപ്പ് കണ്ടിരിക്കാനൊക്കെ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ എന്തുകൊണ്ടാ പടച്ചോൻ എന്ന് പറഞ്ഞതെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഈ കുടുംബ സംഗമത്തിന് വരുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ വന്നത്? യെസ് ഓർ നോ? നോ. അത് തന്നെയാ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? മനുഷ്യൻ പ്രാർത്ഥിക്കുക ആശങ്ക ഉണ്ടാവുമ്പോഴാണ്, ഭയമുണ്ടാവുമ്പോഴാണ്, ടെൻഷൻ ഉണ്ടാവുമ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുക. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാത്തതിന് കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾക്ക് ഒരു ഭയവും ഇല്ല, നിങ്ങൾക്ക് വീടിനെ കുറിച്ച് ഒരു ആശങ്കയുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ കള്ളം കയറരുത് എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? വീടവിടെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമ്മയും ഒന്നും ഒളിച്ചോടരുത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും സഹോദരന്മാരും സൂയിസൈഡ് ചെയ്യരുതെന്ന്, ആത്മഹത്യ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? രാവിലെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ ഇറങ്ങിപ്പോയ മനുഷ്യൻ ഒരാപത്തും കൂടാതെ, ഒരു ആക്സിഡന്റും കൂടാതെ, ജീവനോടെ പോറലേൽക്കാതെ തിരിച്ചെത്തണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഭ്രാന്ത് വരരുത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? കള്ള് കുടിച്ച് മക്കൾക്ക് ഒരു തരത്തിലുമുള്ള നാശം ഉണ്ടാവരുത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. അവിടെയാണ് വിഷയം. നിങ്ങൾ ചിന്തിച്ചത് കാറിനെ കുറിച്ചാണ്, നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ അടിക്കുന്ന പെയിന്റിനെ കുറിച്ചിട്ടാണ്, നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളെ വീട്ടിലേക്ക് വരാൻ പോകുന്ന നന്മകളെ കുറിച്ച് മാത്രമാണ്. പക്ഷേ ഈ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ വളയം പോലീസ് സ്റ്റേഷനിൽ കുറെ പോലീസുകാരുണ്ട്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന പോലീസുകാരുണ്ട് ഇവിടെ. എൻ്റെ സ്റ്റേഷനിലേക്ക് രാവിലെ 8 മണിക്ക് നമ്മളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ നാദാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് നാദാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും. നിങ്ങളെ വീട്ടിലുള്ള ഒരാളും ആത്മഹത്യ ചെയ്യരുതെന്ന്, നിങ്ങളെ വീട്ടിൽ ഒരാളും ഒളിച്ചോടരുതെന്ന് മനന്നൊന്ത് 100 പ്രാവശ്യം ലഭിക്കുന്നവന്റെ പേരാണ് പോലീസുകാരൻ. രാവിലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യൻ ആ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തണമേ എന്ന്, പോറലേൽക്കാതെ തിരിച്ചെത്തണമേ എന്ന് മനന്നൊന്ത് വിലപിക്കുന്നവന്റെ പേരാണ് പോലീസുകാരൻ. നിങ്ങളെ മക്കളെല്ലാം സ്കൂളിൽ പോയി നല്ല വിദ്യ അഭ്യസിക്കാൻ, മദ്രസയിൽ പോയി നല്ല പാഠങ്ങൾ പഠിക്കാൻ, ഒരു കാരണവശാലും മൊബൈൽ ഫോണിനും കഞ്ചാവിനും അടിമപ്പെട്ട് നശിച്ചു പോവാതിരിക്കാൻ ഓരോ നിമിഷവും പൊരുതുന്നവന്റെ പേരാണ് പോലീസുകാരൻ. ആ പോലീസുകാരനെയാ നിങ്ങൾ വേട്ടക്കാരനെന്നും ഇരുകാലി മൃഗങ്ങളൊന്നും വിശേഷിപ്പിച്ച് ചിരിച്ചത്. എനിക്ക് പേടിയാണ് നിങ്ങളുടെ മക്കളെ. ഇനി ഈ നാടിനെ കുറിച്ച് ഞാൻ പറയാം. ഈ നാട് കണ്ടോത്തക്കുനിയിൽ നാട് സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയില്ല. എൻ്റെ വീട് സുരക്ഷിതമാണെന്ന് എനിക്ക് 100% നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ അധികം സമയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. അത്രയേറെ ആശങ്കയാണ് എനിക്ക്. ഈ സംഗമത്തിൽ, കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആശങ്കയുണ്ടാവണം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണിക്കണം. നിങ്ങളുടെ വീട്ടകങ്ങളിൽ ഒരു നാശവും ഉണ്ടാവരുതേ എന്ന് ഓരോ നിമിഷവും വിലപിക്കുന്ന, ഓരോ നിമിഷവും ആഗ്രഹിക്കുന്ന, ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ മാറണം. പക്ഷെ എന്നിട്ടൊന്നും നിങ്ങളെ മുഖത്തൊരു കൂസലും കേട്ടോ.
എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോൾ ചിരി വരുന്നത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാം കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഇതിൽ കുറെ ആൾക്കെല്ലാം ഒളിച്ചോടോ മുട്ടുന്നുണ്ട് കേട്ടാ. കുറെ ആൾക്കെല്ലാം ആത്മഹത്യ ചെയ്യാനെല്ലാം മുട്ടുന്നുണ്ട്. കാരണം ആത്മഹത്യ ചെയ്ത കണ്ണുകൾ നിങ്ങളെക്കാൾ കൂടുതൽ കണ്ടവൻ പോലീസുകാരനാണ്. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത ശവശരീരം കണ്ടിട്ടുണ്ടോ? പണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഗുണം എന്നാ, നിങ്ങള് ഒരു കൊറോണക്ക് കുറച്ചു കാലം മുമ്പേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒളിച്ചോട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ ഇല്ലായിരുന്നു. ആത്മഹത്യ പാപാന്നാറ്റം വിചാരിച്ചിട്ടുണ്ടവരില്ലേ? ശരിയല്ലേ? എന്നാ ഇന്നോ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി, ഓട്ടോടോട്ട. അതിൽ മുസ്ലിമും ഇല്ല, ഹിന്ദു ഇല്ല, ക്രിസ്ത്യനും ഇല്ല, മുസ്ലിം ലീഗും ഇല്ല, ആരും ഇല്ല. എല്ലാം ഓടോ മുട്ടി നിൽക്കുന്ന പോലെ. അങ്ങനെ ഈ കുട്ടികളൊക്കെ കണ്ട സ്ഥിതി ഇപ്പൊ എന്റെ ഫോണിൽ ഇപ്പൊ ഉണ്ട്. ഇന്ന് വരെ തിരിച്ചു കിട്ടാത്ത 10 കുട്ടികളെ ഫോട്ടോ എന്റെ മൊബൈൽ ഫോണിലുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ആശങ്കയുണ്ട്, നിങ്ങൾ ഓടുമെന്നുള്ള പേടിയുണ്ട്. എനിക്ക് ഓരോരുത്തരും ഓടുന്നുള്ള പേടിയുണ്ട്. കാരണം നമ്മളെ സ്റ്റേഷനിൽ ദിവസം 3 ഒളിച്ചോട്ടാ നടക്കുന്നത്. ദിവസം 3. അങ്ങനെ ഇന്ന് 3, നാളെ 3, മറ്റന്നാൾ 3. അങ്ങനെ ഓടി 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 ഇങ്ങളെപ്പാ ഓടുവാന്നാ ഞാൻ നോക്കുന്നത്. എനിക്ക് ആ ഉമ്മേനെ തീരെ വിശ്വാസമില്ല. മനസ്സിലായി? ആ പ്രായമുള്ള ഉമ്മ എന്നെ നോക്കിയിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുക, എന്നെ നോക്കിയിട്ട് ഇനി എന്തിനാ പറയുന്നത് ജാനേടിയാ ഒളിച്ചൂടെയെന്ന്. എനിക്കില്ലേ നിങ്ങളൊരൊറ്റൊരാളെയും വിശ്വാസമില്ല. കാരണം എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പേടിക്കുന്നവരാ ഞാൻ. എൻ്റെ സമൂഹത്തിലേക്ക് വരുമെന്ന് പേടിക്കുന്ന ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഒരു സഹോദരനാണ്, ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ ഉമ്മേനെ വിശ്വാസം ഇല്ലാത്തത്. അതാ വിശ്വാസം ഇല്ലാത്തതെന്നറിയോ? എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ഒളിച്ചോടിയ അമ്മയുടെ പ്രായത്തിലാന്നറിയോ? 83 വയസ്സ്. കൂട്ടിക്കൊണ്ടുപോയ കള്ളക്കാമുകന്റെ വയസ്സറിയോ? 89. ഇതൊക്കെല്ലാം ഇനി അവസരമുണ്ട്. നിങ്ങളിപ്പോ ചിരിച്ചില്ലേ? എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ അറിയോ? എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് 92 വയസ്സുള്ള ഒരു അമ്മ. ഈ 2 പേര് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ ഒളിച്ചോട് 2 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 2 പേർക്കും 6 മക്കളുണ്ടായിരുന്നു. 3 മക്കള്. 50ഉം 60ഉം വയസ്സിനിടയിലുള്ള 6 മക്കൾ. ഈ 6 മക്കളും ഇല്ലേ, എൻ്റെ അമ്മ ഒളിച്ചോടി, എൻ്റെ അച്ഛൻ ഒളിച്ചോടി എന്ന് പറയാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്ന, ആരോടും പറയാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടത് നമ്മളാ. പാപം അവസാനം 3 മണിവരെ അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പരിശോധിച്ച് 3 മണിക്ക് ശേഷം അവർക്ക് അവരെ അച്ഛനെയും അമ്മയും കിട്ടില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് വളരെ നാണക്കേടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത്. പോലീസ് സ്റ്റേഷനിൽ SIയും പോലീസൊന്നും ഒരു ഭാവവും വ്യത്യാസവും കാണിച്ചില്ല കേട്ടോ. വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി പറഞ്ഞിരിക്കൂ, നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഈ 6 മക്കൾക്കും ഇല്ലേ പോലീസിനോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ പറയൂ, എന്ത് പറ്റി നിങ്ങൾക്ക്? അതിലൊരു മോൻ പറഞ്ഞ് ഓടി. അയാൾ ചോദിച്ചാൽ ആര് ഓടി? ഇവർ ഓടി 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 എന്ന് മാത്രം. SIയും ഇങ്ങനെ SIക്കെല്ലാം മനുഷ്യന്മാർ തന്നെയല്ലേ. കുറെ പറയുമ്പോ സാറ് ചോദിച്ചു ആര് ഓടി എന്നാ പറയുന്നത്, എന്നാ ഓടി എന്റെ ഫോട്ടോ കാണിക്ക്. അപ്പം ബേക്കിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഓടി എന്റെ ഫോട്ടോ കാണിച്ച്. SI ഈ ഫോട്ടോ കണ്ടപ്പോ ഇല്ലേ കസേലമെന്ന് മറിഞ്ഞ് താഴെ വീണു. അപ്പൊ എനിക്ക് പിന്നെയും ബേജാറായി. ഇവർ ഓടി ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു SIനെയും കാണുന്നില്ല. പോലീസ് അറിയിച്ചതിന് SI ഓടി ഓടി പഠിച്ചു. പോലീസ് ഓടി വന്ന് നോക്കുമ്പോ SI മലന്ന് നിലത്ത് കിടക്കുക. SIന്റെ അടുത്ത് പോയിട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോ SI എന്താ ചെയ്യുന്നതെന്നറിയോ? SI പോലീസാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏത് സംഗതി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്ക ഉണ്ടല്ലോ പോലീസിന്. നിങ്ങൾക്കല്ലേ ചിരിക്കാൻ പറ്റിയത്? SI ഇങ്ങനെ നോക്കുമ്പോ എന്താ സ്ഥിതി എന്നറിയോ? SIന്റെ അമ്മക്ക് 79 വയസ്സാ. ഈ 83 ഒളിച്ചോടി എന്നുള്ള വാർത്ത SI അറിഞ്ഞപ്പോ SIക്ക് ടെൻഷനായി. അങ്ങനെയാ കസേലമെന്ന് താഴെ വീണത്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ SI ഫോൺ വിളിക്കും അമ്മേനെ. അമ്മേ അവിടെ ഉണ്ടോ? ഭാര്യ അവിടെ കിടക്കുന്നുണ്ടല്ലേ? പശു പുല്ലെല്ലാം തിന്നോ അമ്മേ? പൂച്ച ഉച്ചക്ക് ചോറ് തിന്നോ അമ്മേ? ഈ SI വീട്ടിലെ പൂച്ചേനെയും അമ്മേനെയും ഭാര്യേനെയും ഒക്കെ ആശങ്കയോടുകൂടി വിളിക്കുക ഉണ്ടോന്ന്. അപ്പൊ ആരും എല്ലാവരും ആടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് SI കസേലമിൽ വന്നിരുന്നത്. ഞാൻ ഈ വാർത്ത കഴിഞ്ഞിട്ട് ആരെങ്കിലും ഞെട്ടിയോ? ഈ വാർത്ത പറഞ്ഞപ്പോ നിങ്ങൾ ഏതെങ്കിലും വീട്ടിലുള്ള 90 വയസ്സുകാരനെ ഓർമ്മിച്ചോ? നിങ്ങളെ വീട്ടിലുള്ള 15 വയസ്സുകാരി ഓർമ്മിച്ചോ? നിങ്ങൾ ഓർമ്മിച്ചില്ല. കാരണം നിങ്ങളെ മനസ്സിൽ ഈ ആപത്ത് ഇതുവരെ വന്നിട്ടില്ല. ശരിയാണോ തെറ്റാണോ?
അങ്ങനെ എല്ലാം കൂടി ഞാനെല്ലാം എൻ്റെ ഭാര്യനെ റോഡ് മുതൽ നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാരി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എസ് ഐ ഞാളിങ്ങനെ സഞ്ചി എടുത്ത് ഇറങ്ങുമ്പോൾ എസ് ഐ ചോദിച്ചു എടിയാ പോന്ന്. ഞാൻ ഭാര്യ സാരി ഇന്ന് കൊടുത്തിക്കില്ലേ കച്ചറിയാ. എസ് ഐ പറഞ്ഞു ഓള് ജീവനോടുണ്ടല്ലേ, ഇവിടെ ഒളിച്ചോടിപ്പോയ രണ്ടെണ്ണുണ്ട്, ഓളോട് പോവാൻ പറഞ്ഞു. ഇനി ഇവളെ വയ്യന്നെ പോട്. ആരോ വയ്യന്നെ? കാമുകീൻ്റെ വയ്യന്നെ. ഞാൻ എൻ്റെ ഭാര്യനെ ആലോചിച്ചിട്ട് പെട്ട പാട്. സാരി വാങ്ങി തരാന്ന് പറഞ്ഞത് സാരിയാറ്റം വാങ്ങി കൊടുത്തിക്കില്ല. എന്താ സ്ഥിതി സാർ? പിന്നെ അങ്ങ് പോണോ? പോലീസ്. പക്ഷെ പോവേണ്ടി വന്നു നമുക്ക്. നമ്മളെല്ലാം കൂടി മരണക്കളി കളിച്ചിട്ടില്ലേ? രാത്രി 10:30 കാമുകനിയും പിടിച്ചു. എവിടുന്നാ പിടിച്ചെന്നറിയോ? കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ വെറുതെ കഞ്ഞിയും പയരും തേങ്ങ എല്ലാം കിട്ടും. 10:30 നമ്മൾ ചെന്ന് നോക്കുമ്പോണ്ട് പയരും തേങ്ങയും തിന്നുന്നു കാമുകയും. ആടുന്നാ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കൂട്ടിക്കൊണ്ടുവന്ന ചരിത്രമൊന്നുമല്ല. എനിക്ക് പേടിയായി. ഞാൻ രാത്രി 2:30 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ അമ്മ വാതിൽ തുറന്നു തന്നു. എല്ലപ്പോഴും അമ്മയാ വാതിൽ തുറന്നത്. എൻ്റെ വീട്ടിൻ്റെ ഒരു പ്രത്യേകത അറിയാം, ഈ 93 ഞാൻ എപ്പോൾ വന്നാലും കോളിംഗ് ബെല്ലൊന്നും അടിക്കണ്ട. അതെങ്ങനെയാ ഞാൻ വന്ന് അറിയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം ഇപ്പം പണ്ടേ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മയോട് വലിയ കടപ്പാടും സ്നേഹമൊന്നും അതിനെ കൊണ്ടില്ല. അത് ചെയ്തുകൊണ്ട് എനിക്ക് സ്നേഹം. പക്ഷെ എനിക്കൊരു ഭാര്യ ഉണ്ട് കേട്ടോ. വന്നതും അറിയല്ല, പോയതും അറിയല്ല, ഒന്നും. ഓൾ പാവ. ഓള് ഇങ്ങനെ ഒരാളുള്ളതേ ഓള. നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ ഭർത്താവ് ഭാര്യ? അത് ശരി, നമ്മളെല്ലാം ഒരേപോലെ തന്നെ കേട്ടോ. നമ്മക്ക് ഇപ്പോഴും ആരാണ് താങ്ങ്? എൻ്റെ വായോണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഒരേ വികാരാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അന്നും അമ്മ വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് അമ്മയുടെ ചോദ്യം ചപ്പാത്തിയാറ്റം വേണമെന്ന് 2:30 മണിക്ക്. നമുക്ക് ദേഷ്യം. പക്ഷെ എൻ്റെ അമ്മയുടെ സ്നേഹം ഇപ്പോഴും മകൻ ഭക്ഷണം കഴിച്ചോ എന്ന് ആശങ്കപ്പെടുന്ന 93 വയസ്സുകാരിയുടെ മോനാ ഞാൻ. എൻ്റെ ഭാര്യ ഇതുവരെ ചപ്പാത്തി വേണമെന്ന് അറിയിക്കണം. മനസ്സിലായി? ഇങ്ങനെ നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ ഭാര്യയോടല്ലോ? ഒന്നും ഞാൻ ക്ലാസ് ഒന്നും എടുക്കണ്ട കേട്ടോ. ചോദ്യം അങ്ങ് ചോദിച്ചാലേ നിങ്ങളെ മുഖം പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണോ ഭാര്യയായിട്ട്? ഞാനും എൻ്റെ ഭാര്യയും എന്നെയും കാണണം കേട്ടോ. കുറച്ചു കാലം ഞങ്ങൾ ഫ്രണ്ട്സേനു. ഇപ്പൊ നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വരി, കാണുമ്മില്ലേ കിരിയും മൂർക്കനം പോലെ ഞാൻ. നിങ്ങളെല്ലാം എങ്ങനെ? നിങ്ങൾ ഭാര്യയായിട്ട് അടികൂടലുണ്ടാ? അടികൂടുമ്പം ഭാര്യ പറയുന്ന വർത്താനം എന്താ സാർ ഒന്ന് പറ. ഇവിടെ പറഞ്ഞുകൂടാന്നാ? എനക്കും പറഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനും ഭാര്യ ഓരോ നിമിഷവും അടികൂടുമ്പോഴും ഓൾ എന്നോട് പറയുന്ന വർത്താനം എന്താ അറിയോ? എനക്കത്ര നല്ല വന്നിക്ക്, മറ്റോൻ വന്നിക്ക്, ഉണ്ടക്കണ്ണെ, ആനച്ചെവിയെ. നിങ്ങൾ പറയാ കേൾക്കില്ല? മക്കളെ മുമ്പെന്നാ ഈ പറയുന്നേ. അറിയോ നിങ്ങള്? എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറയാന്നറിയോ? അമ്മക്കൈ ഉണ്ടക്കണ്ണനെ കഴിച്ചാ പോരേനാ, ഈ പൊട്ടനെ കഴിക്കണേനോ. അതിന്റെ അർത്ഥം എന്താ? മക്കൾക്ക് പോലും നമ്മളെ മടുത്ത്. കാരണം എന്താ? മോളിങ്ങനെ പറയാ. പക്ഷെ ഒരു കാര്യം ആണുങ്ങളെ നിങ്ങൾ ഓർമ്മിച്ചോ, കേരളത്തിലെ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കായി വന്ന് മരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട്? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചാ? എന്നാ സ്ത്രീകളല്ല എന്താ? ഓലിക്ക് എന്താ ആർട്ടില്ലേ? ഓല് മരിക്കുന്നില്ലല്ലോ. ഓല് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാതിരിക്കാൻ കാരണം എന്താ? ഇന്ന് തൊട്ട് മനസ്സിലായിക്കൊള്ളി, ഈ പദം പറച്ചലും കരച്ചലുമാണ് ഓല വിജയം. 1-2 മൂക്കുന്നും കണ്ണൊന്നും വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചൽ വരുമോ? നമുക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളെ കൂട്ടി അങ്ങ് കൊണ്ടുപോവാണ്. അവിടെ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ള എന്നറിയോ? ജീവിതം നശിച്ചു പോകാതിരിക്കാൻ ഇന്നു മുതൽ നിങ്ങളും കരയണം. ഓല് കരയുമ്പം ആടുന്ന് കരയണ്ട. മക്കളെ മുമ്പ് നോടി ബാത്റൂമിൽ പോവാ, പൈപ്പ് ശക്തി തുറക്കുക, ബഹന്നങ്ങ് കരയുക. കണ്ണുനീരിങ് വന്നാലില്ലേ, ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നു, നിങ്ങളെ ഹൃദയം നിശ്ചലമാവില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളും കരയണം, നിങ്ങളെ മക്കളും കരയണം. ഞാൻ മക്കൾ ഈ കരച്ചലിനെ കുറിച്ച് പറയാനുള്ള വലിയ കാരണം എന്താ അറിയോ? ഈ അടരുന്ന ഭാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ക്ലാസ് എടുത്തത് വയനാട്ടിലുള്ള ആ സ്ഥലം പിണങ്ങോടോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ്. ക്ലാസ് തുടങ്ങാൻ ഇന്നത്തെ പോലെ തന്നെ 1 മണിക്കൂർ ആടിയും വൈകി. ആടെ പക്ഷെ ഞാൻ വൈകിയതല്ല, ഞാൻ നേരത്തെ എത്തിയിരുന്നടാ. അവിടെ ക്ലാസ് വൈകാൻ കാരണം പരിപാടി നടക്കുന്ന ഒരു ടർഫ് ഗ്രൗണ്ടിലായിരുന്നു. അതിന്റെ താഴത്തെ വീട്ടിലുള്ള 5ാം ക്ലാസ്സിലെ ചെക്കൻ, അവന്റെ ഉമ്മ അവനെ കുളത്തിൽ കുളിക്കാൻ വിടാത്തതിൽ പ്രതിഷേധിച്ച്
ആ വീടിന്റെ കഴുക്കോലിന്റെ മേലെ തൂങ്ങി മരിച്ചറിഞ്ഞു. എത്രാം ക്ലാസ്സിലെ കുട്ടി? 5ാം ക്ലാസ്സിലെ കുട്ടി. ആ ശവശരീരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനെല്ലാം കൊണ്ടുപോയതിനു ശേഷമാണ് ആ പരിപാടി തുടർന്നത്. കാരണം അത് ഒരു സംസ്ഥാന തലത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റിയില്ല. 5ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചത് എന്തിനാ? കുളത്തില് കുളിക്കാൻ വിടാത്തതിന്. കൃത്യം 3 ആഴ്ച മുമ്പ് നമ്മളെ വടകര ഒരു ചെക്കൻ മരിച്ചല്ലോ. 6ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചല്ലോ. നിങ്ങൾ ഇതൊന്നും അറിയല്ല? 6ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചപ്പോ അവന്റെ കീശയിൽ നിന്ന് പോലീസിന് കിട്ടിയ കടലാസ് കഷ്ണമുണ്ട്. ആ കടലാസ് കഷ്ണത്തിൽ അവൻ എഴുതി വെച്ച വാക്ക് എന്റെ മുമ്പിലുള്ള ഓരോ രക്ഷകർത്താവും കേട്ടോ. എന്റെ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു എന്ന്. ഇവിടെ വളയമ്പുഴ അടുത്തല്ലേ? വളയത്ത് കഴിഞ്ഞ 2 മാസം മുമ്പാണല്ലോ 9ാം ക്ലാസ്സിലെ കുട്ടി വിഷം കുടിച്ച് മരിച്ചത്. ആ വിഷം കുടിച്ച് മരിച്ച കുട്ടി എഴുതി വെച്ച 3 പേജ് കടലാസിൽ ആ കുട്ടിയുടെ വിഷമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ആ കുട്ടി എഴുതി വെച്ച ആ വാക്കുകളൊന്ന് വായിക്കണം. അത് വായിക്കുന്ന ഒരു ഉമ്മയ്ക്കും സമാധാനത്തോടു കൂടി കസലയിൽ ഇരിക്കാൻ കഴിയില്ല. അത് വായിക്കുന്ന ഒരു ബാപ്പയ്ക്കും നമ്മുടെ കുട്ടിയെ വീട്ടിലിരുത്തി ഈ പരിപാടിക്ക് വന്നിരിക്കാൻ കഴിയില്ല. അത്രയേറെ സങ്കടങ്ങളാ കുട്ടി എഴുതി വെച്ചത്. ഈ 6ാം ക്ലാസ്സിലെ കുട്ടി ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് മരിച്ചു എന്ന് പത്രത്തിൽ വലിയ ചക്കക്കുരു പോലത്തെ വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത ഞാൻ എൻ്റെ 93 വയസ്സുള്ള അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വാർത്ത ഒന്ന് വായിക്കമ്മ. അമ്മ ഇത് വായിച്ചിട്ട് പറഞ്ഞു, മറുപടി ഒന്നും അറിയോ? അമ്മ ഒരൊറ്റ ചിരി. ഞാൻ ചോദിച്ചു, അമ്മ 6ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചെടുത്ത് അമ്മ ചിരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ എന്ത് അമ്മയെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടി എന്നറിയോ? ഞാൻ അതിനല്ല ചിരിച്ചത്, ഞാൻ ഇന്നെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചതാ. ഞാൻ എന്താക്കിക്കങ്ങളാ? നിന്റെ അച്ഛൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ ഏതെങ്കിലും ഒരു ക്ലാസ് നിന്നെ ടൂറിന് വിട്ടിനോ? ഞാൻ ഇല്ല. എന്നാ ഇനി തൂങ്ങി വീട് മുഴുവൻ പണ്ടാരടങ്ങണ്ടേനോ എന്ന് എൻ്റെ അമ്മ എന്നോട്. ഞാൻ അന്നേരം ആലോചിച്ചേ, ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങൾ മരിച്ചില്ല ടൂറിന് വിടാത്തതിന്? എന്തുകൊണ്ട് മരിച്ചില്ല? ഈ നാട്ടിലെ സകല കുട്ടികളും എന്താ മരിക്കുന്നത്? ഞാൻ ഇതേ വാർത്ത എടുത്തിട്ട് എൻ്റെ ഭാര്യയ്ക്ക്, എനിക്കൊരു സുന്ദരിയൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓക്കെ ഒരൊറ്റ കാണിക്കൽ. ഓളോട് പറഞ്ഞു, വായിക്കൂ ഭാര്യ. ഓളിത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സംഗതി ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ ചോദിച്ചു, എന്താണ് മനസ്സിലായത്? ഓക്ക് മനസ്സിലായെന്ന് അറിയോ? ഓൾ എന്നോട് പറഞ്ഞത്, ടൂറ് എന്ന് പറയുമ്പോ അന്നേരം വിട്ടുവിടണം പിള്ളറ, ഇല്ലെങ്കിൽ ചത്താളി ഒന്നും. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? എൻ്റെ അമ്മേൻ്റെ പക്ഷത്താണോ എൻ്റെ ഭാര്യയുടെ പക്ഷത്താണോ? ടൂറ് എന്ന് ചോദിക്കുമ്പോൾ ടൂറിന് വിടുന്ന, മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന, കാർ എന്ന് പറയുമ്പോൾ കാറിൽ സഞ്ചരിപ്പിക്കുന്ന, അങ്ങനെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ മക്കൾ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു ദിവസം എഴുതി കൊടുക്കാൻ കഴിയാത്തൊരു സാധനത്തിന് ആ കുട്ടി ചോദിക്കും, അന്നും ആ കുട്ടി മരിക്കും. അതുകൊണ്ട് ഞാനിപ്പം നോക്കുമ്പോൾ എന്താന്ന് പറയാ, ഞാൻ മരിക്കാതിരിക്കാൻ കാരണം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, 2 ആളാ. ഓലിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ എങ്ങനെ എന്നെ പോറ്റണം എന്ന് ഓലിക്ക് അറിയായിരുന്നു സ്കൂളിൽ നിന്ന്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു മുഹമ്മദ് ഉണ്ട്. മുഹമ്മദിന്റെ ബാപ്പയും എൻ്റെ അച്ഛനും വളരെ ഫ്രണ്ടാണ്, ഞാനും മുഹമ്മദും ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത്, ഞാളെ 2 ആളെയും എൻ്റെ അച്ഛനും എൻ്റെ ബാപ്പയും കൂടി പറ്റിച്ച്. എന്നോട് ടൂർ പറയുമ്പം എൻ്റെ അച്ഛൻ പറഞ്ഞെന്നറിയോ, മുഹമ്മദ് പോകുന്നുണ്ട് ഇഞ്ഞി പോട്, എനക്കെന്താ, മുഹമ്മദ് പോകുമല്ലോ ഇന്ന് ഇഞ്ഞി പോകും, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു തങ്കപ്പെട്ട അച്ഛൻ തന്നെ. മുഹമ്മദോട് പറഞ്ഞെന്നറിയോ, ഓം പോകുന്നുണ്ട് ഇഞ്ഞി പോട്, എന്ത് പ്രശ്നം ഇത്? പക്ഷെ ഞങ്ങൾ 2 ആളും ഇത് വീട്ടിൽ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഇപ്പാ ഞങ്ങൾക്ക് തിരിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും 2 പേരും ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ അത് തന്നെയായിരുന്നു ഒരച്ഛൻ്റെയും ബാപ്പയുടെയും വിജയം. ശരിയാണോ തെറ്റാണോ? അങ്ങനെ അച്ഛൻ ടൂറിന് പോണ്ടാന്ന് പറഞ്ഞില്ലേ? അച്ഛൻ ടൂറിന് പോണ്ടാന്ന് പറഞ്ഞപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞെന്നറിയോ, വിടുകയായിരിക്കൂ, ഇനി ഒന്ന് അച്ഛൻ്റെ ചോട്ട് പോയി കരഞ്ഞോ. ഞാനിത് കേട്ടതും അച്ഛൻ്റെ കാലിൻ്റെ ചോട്ട് പോയിട്ട് ഒരൊറ്റ കരച്ചിൽ. കരച്ചിലൊന്നും വരുന്നില്ലെങ്കിലും കരഞ്ഞു. ടൂറാണല്ലോ, കരഞ്ഞാൽ കിട്ടുന്ന എന്താ? ടൂറാണ്. 20 മിനിറ്റ് ഞാൻ കരഞ്ഞു. അച്ഛൻ ഒരു കൂസലുമില്ല, അച്ഛൻ പേപ്പർ വായിക്കലോട് വായിക്കല്. ഞാൻ ഇടക്കിടക്ക് നോക്കുക കാര്യ. അമ്മ ചായ കൊടുക്കാൻ വന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, ചങ്ങായിക്ക് ഇഞ്ഞ നോക്കുന്നേ ഇല്ല, ഇനി കമൻട്രി പറ, കമൻട്രി. ഇത് കേട്ടപ്പോ നമുക്ക് വീണ്ടും ആവേശമായി.
ഞാൻ തുടങ്ങി കമന്ററി. എന്നെ എന്തിന് ജനിപ്പിച്ചു, എന്നെ കൊന്നൂടായിരുന്നു, ആയിഷ പോന്ന്, ബിന്ദു പോന്ന്, മുഹമ്മദ് പോന്ന്, നെഞ്ഞത്തടി ടപടാ ടപടാന്ന് ഇങ്ങനെ അടിച്ചപ്പോ അമ്മ പറഞ്ഞു സൂപ്പറാന്നുണ്ട്. കരഞ്ഞോ? 10 മിനിറ്റ് പിന്നെയും ഞാൻ കരഞ്ഞു. എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടുവന്നല്ലാണ്ട് ചങ്ങായിക്കൊരു കൂസലുമില്ല. അവസാനം അച്ഛൻ പേപ്പർ വായിച്ചപ്പോ എൻ്റെ വീട്ടിന്റെ ഇറയത്ത് എപ്പോ ഒരു വടി ഉണ്ടാവും കേട്ടാ. അത് എനക്കുള്ള സാധന, അതെനിക്ക് ചെറുപ്പത്തിലേ അറിയാം. അവിടെ സ്കൂളെല്ലാം പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെന്നാ അറിയാം, വടി ഉപദ്രവിക്കരുത്, അച്ഛൻ്റെ കയ്യിലേക്ക് ഇനി വന്ന് വെട്ടിട്ട് എന്നെ കൊല്ലരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അടി ഏത് നിമിഷവും നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അച്ഛൻ ആ വടി എടുത്തിട്ടില്ലേ, 4 അടി. ഞാൻ ചോദിച്ചു ഇത് എന്തിനാ അടി എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞറിയോ, ടൂറ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല, പിന്നെ ഇനി ഇവിടുന്ന് മോങ്ങണ്ട ആവശ്യമില്ലല്ലോ. വടി പിന്നെ എടുത്ത് വീശപ്പില്ലേ, എനക്ക് സംഗതി മനസ്സിലായി. വിടൂല ഭണ്ഡാരം. എനക്കൊരു വിഷമമില്ല. ഞാൻ ആടുന്ന ആ സങ്കടമെല്ലാം പോയിട്ട് മിറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു നായ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്ന പോലെ ഒരു തോന്നല്. ആ നായിനൊരു കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞപ്പോ ഇല്ലേ, നായി മുഹാന്ന് കരഞ്ഞപ്പോ എൻ്റെ ടൂർ ഇലോടി അങ്ങ് ഇറങ്ങിപ്പോയി. ഉളുപ്പില്ലാണ്ട് ഞാൻ കളിക്കാൻ പോയി. പിറ്റേന്ന് ഉളുപ്പില്ലാണ്ട് അമ്മേൻ്റെ അടുത്ത് ചായ വാങ്ങി കുടിച്ച് അച്ഛൻ്റെ അടി പിന്നെയും വാങ്ങി. ഞാൻ മരിച്ചിട്ടില്ല. എന്താ മരിക്കാതിരിക്കാൻ കാരണം? സങ്കടം വരുമ്പോൾ കരയിപ്പിക്കാനുള്ള ചങ്കൂറ്റം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സൂപ്പി മാഷിനും ഉണ്ടായിരുന്നു. പരീക്ഷ തോറ്റപ്പോ എനിക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം എന്താ, സൂപ്പി മാഷ് കീറി കിട്ടുകയെന്ന്. ഈ അടിയങ്ങ് കിട്ടിയപ്പോ ഇല്ലേ, തോൽവി ഈലോടി അങ്ങ് ഇറങ്ങിപ്പോയി. ശരിയാണോ തെറ്റാണോ? അല്ലാണ്ട് ആ സൂപ്പി മാഷ് എന്നെ ഉപദേശിക്കുമെന്നല്ല ചെയ്തു, മോനെ ഇനിയും പഠിക്കണം പണ്ടാരക്കാലാന്നൊന്നും പറഞ്ഞില്ല. ചത്ത് പഠിച്ച്. പക്ഷെ എൻ്റെ സൂപ്പി മാഷ വൃത്തിയാണ്, എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. അവർക്ക് കാണുമ്പം എന്നോട് പറയുന്ന അറിയാം, എന്തിനാടാ ഇങ്ങ് പോരുന്നത്, ആടെങ്ങാങ് ഉത്തിരിഞ്ഞൂടറാ, മറ്റോലെയും കൂടി നശിപ്പിക്കുവാനായിട്ട്. ഇത് കേട്ട് എനിക്കിപ്പോ അതുകൊണ്ട് തന്നെയാണ് കല്യാണ ജീവിതം, എൻ്റെ വിവാഹ ജീവിതം ഓൾ ഇങ്ങനെയല്ല ആയിട്ടില്ലേ, എനിക്ക് നല്ല സുഖമുണ്ട്. കാരണം എൻ്റെ സൂപ്പി മാഷ് പറഞ്ഞ അത്രയൊന്നും ഓള് പറയുന്നില്ല. അങ്ങനെ ഒരു സമാധാനം. കാരണം സൂപ്പി മാഷ് എന്നോട് എന്തെല്ലാം പറഞ്ഞതെന്ന് അറിയോ, നിങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാം സഹിച്ചും ശ്രമിച്ചും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ ലഹരിയല്ല ഇവിടുത്തെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കള്ളിനും കഞ്ചാവിനും എതിരെ നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ അല്ലെങ്കിൽ പരിപാടി നടത്തുമ്പോൾ ഇവിടുത്തെ വിഷയം കള്ളും കഞ്ചാവും അല്ല. കള്ളും കഞ്ചാവും എല്ലാ കാലങ്ങളിലും ഈ ലോകത്തുണ്ടായിരുന്നു. നിങ്ങൾ ചെറുപ്പത്തിലില്ലായിരുന്നു സാർ? ഉണ്ടായിരുന്നു. സിഗരറ്റ് ഉണ്ടായിരുന്നു, കള്ളുണ്ടായിരുന്നു, അടിയുണ്ടായിരുന്നു, രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളും ഞാനും ഒന്നും കള്ളും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാതെ ഇന്ന് വരെ ഇവിടെ എത്തിയത് എന്തുകൊണ്ടാ? സമൂഹത്തിൽ നിന്ന് കള്ള് ഇല്ലാതായി പോയത് കൊണ്ടാണോ? നമുക്കതിനോട് നോ എന്ന് പറയാനുള്ള ആർജവമുണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? പക്ഷെ നിങ്ങളെല്ലാം പറയുന്നത് എന്താ അറിയോ, കുറ്റ്യാടി ബീവറേജ് ഉള്ളതുകൊണ്ടല്ലേ എല്ലാവരും കുടിക്കുന്നത്. കുറ്റ്യാടി ബീവറേജ് പൂട്ടിയാൽ ഇവിടുത്തെ നാട്ടിലെ പ്രശ്നം തീരൂലേ? പൂട്ടണം ബീവറേജ്, അങ്ങനെയല്ലേ നിങ്ങളെ വാദം? അതല്ലേ നിങ്ങളെ വാദം? കുറ്റ്യാടി ബീവറേജ് പൂട്ടിയാൽ ഇവിടുത്തെ ആള് കള്ളുകൂടി നിർത്തുവോ? ഒരിക്കലും നിർത്തൂല. നിങ്ങൾ അത് വിചാരിക്കരുത്. അത് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ, കുറ്റ്യാടി ബീവറേജിന് അപ്പുറത്ത് ഒരു എലിവിഷത്തിന്റെ പീടിയുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെന്താ ഇവിടുത്തെ നാട്ടുകാരൊന്നും ഒരു കുപ്പി കള്ളും ലേശ എലിവിഷം ടച്ചിങ്സ് ആയിട്ട് തിന്നാത്തത്? കള്ളു വിഷമാണെന്ന് അറിഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അപ്പുറത്തെ പീടിയിൽ നിന്ന് എന്താ എലിവിഷം വാങ്ങി കുടിക്കാത്തത് മലയാളികൾ? മലയാളിക്ക് നല്ല ബോധമുണ്ട്, എലിവിഷം തിന്നാൽ ചത്തുപോകുന്നറിയാം. പക്ഷെ കള്ളു കുടിച്ചാൽ ചത്തുപോകുമെന്നുള്ള ഒരു ബോധവും ഇവിടുത്തെ മലയാളികൾക്കില്ല. ശരിയാണോ തെറ്റാണോ? ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ സിനിമാ ടാക്കീസിലും ടിവിയിലും ഒക്കെ സിനിമയും സീരിയലും ഒക്കെ കാണുന്ന ആളുകളാണോ? സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ദിവസവും പറയുന്ന വർത്തമാനമുണ്ട്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സിഗരറ്റിന്റെ പെട്ടിമേൽ വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? ആ ചിത്രത്തിന്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, കോസസ് ടു ക്യാൻസർ. കണ്ടിട്ടില്ലേ നിങ്ങള്? മദ്യക്കുപ്പിയുടെ പുറത്ത് ആൽക്കഹോളിക് കൺസംഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ക്യാൻസറിന് കാരണമാകുന്നു മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടില്ലേ? സിഗരറ്റിന്റെ കുപ്പിയിൽ എഴുതി വെച്ചിട്ട് പെട്ടിയിൽ എഴുതി വെച്ചിട്ടില്ലേ? സിനിമാ തിയേറ്ററിൽ നിന്ന് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്ന് രാക്കുരാമാനം പറയുന്നില്ലേ? ടിവിയിൽ കള്ളു കുടിക്കുന്ന രംഗം കാണുമ്പോൾ അടിയിലൂടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി പോന്നില്ലേ? എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ എന്താ മദ്യത്തിനും മയക്കുമരുന്നിന് അടിമയായി പോകുന്നത്? അതിന് കാരണം
ബോധവൽക്കരണത്തിന്റെ കുഴപ്പമല്ല. എന്താ കാരണം? ഞാൻ ഇപ്പം തെളിയിച്ചു തരാം. എടാ ചങ്ങായി, എനിക്കെത്ര വയസ്സായി? 11 വയസ്സായി. 11 വയസ്സ് തരാ. എനിക്ക് ഞാനൊരു കമ്പി കഷ്ണം തരാം. ഇനി വേഗം വന്നിട്ട് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്ററുടെ ആ ഒരു 3 പിൻ പ്ലഗ് ഉണ്ടാടാ, അതിൽ കൊണ്ടുപോയി കുത്ത്. ഒരു കമ്പി കഷ്ണം ഞാൻ തരാടാ, കുത്തു. ഇനി എന്താ കുത്താത്തെ? കണ്ടാ? ആ 11 വയസ്സാൻ പറയുന്നതാണേ, കമ്പി എടുത്തിട്ട് ഓനെ അതിൽ കുത്തൂലോലു. ഷോക്കടിക്കും പോലും. ഷോക്കടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ശരി, ചത്തുവും പോലും. ഓന് നല്ല ബോധമുണ്ട് കേട്ടാ. ഇല്ല ചങ്ങായി, പെൺകുട്ടി, എനിക്ക് നല്ല ശൈലിവേഷം തരാം, ഇനി തിന്നോ? എന്താ വെറുതെ തരുന്ന? ഇന്നാ തിന്നോ? എന്തുകൊണ്ട്? അത് ശരി, ഓളും ചത്തുവും പോലും. അപ്പൊ ഈറ്റയ്ക്ക് ബോധമില്ല നിങ്ങൾ പറയരുത്. നിങ്ങൾ സിനിമ ടാക്കീസ് പോകുമ്പോ കമ്പിന്റെ പരസ്യം ഉണ്ടാടാ, ആരും കമ്പി കൊണ്ട് പ്ലഗിൽ കുത്തരുത് എന്നാ കുട്ടി കേട്ടിട്ടുണ്ടോ? സിനിമയിൽ കമ്പി കാണുമ്പോൾ അടിയിൽ എഴുതി വെച്ചോ, ആരും ഇത് കൊണ്ടുപോയി കറണ്ടിനോട് കുത്തരുത് എന്ന് പറഞ്ഞോ? പക്ഷെ ആ 11 വയസ്സുകാരന് കമ്പി കൊണ്ട് പ്ലഗിൽ കുത്താൻ പേടിയുണ്ട്, കറണ്ടിനോട് കളിക്കാൻ പേടിയുണ്ട്, ആ കുട്ടിക്ക് എലിവേഷൻ തിന്നാൻ പേടിയുണ്ട്. പക്ഷേ രാക്കുരാമാനം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടും, വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ഫോട്ടോ സിഗരറ്റിന്റെ പെട്ടിയുമ ചാർത്തിയിട്ടും, ആൽക്കഹോളിക് കൺസംഷൻ ക്യാൻസറിന് കാരണമാവുമെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടും കേരളത്തിലെ കുട്ടികൾക്ക് കള്ളിനെയും കഞ്ചാവിനെയും ഇതിനെയൊന്നും പേടിയില്ല. പക്ഷെ കമ്പി കഷ്ണത്തിന് അവർക്ക് പേടിയുണ്ട്, കരണ്ടിനെ പേടിയുണ്ട്. അപ്പൊ എവിടെയാ പാളിച്ച പറ്റിയത്? എവിടെയാ പാളിച്ച പറ്റിയത്? കുട്ടിയുടെ ബോധതലത്തിൽ സിഗരറ്റ് ഒരു അപകടകാരിയാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചില്ല. ശരിയാണോ തെറ്റാണോ? ആ കുട്ടിക്ക് എന്താ കരണ്ടിനെ പേടി വരാൻ കാരണം? ആ കരണ്ടിനെ പേടി വരാൻ കാരണം എന്താ അറിയോ? ആ 11 വയസ്സുകാരൻ ഈ 11 കൊല്ലമായിട്ട് ഓന്റെ ബാപ്പ പ്ലഗിൽ കമ്പി കൊണ്ട് കുത്തുന്നത് കണ്ടിട്ടില്ല. ബാപ്പ കരണ്ടിന്റെ അടുത്ത് പോകുമ്പോൾ പറയും, പണ്ടാരക്കാല ചത്തുവും പോടിഞ്ഞങ്ങോട്ട്. ബാപ്പ പേടിക്കുന്നത് പോലെ, ഭാര്യ പേടിക്കുന്നത് പോലെ അവനെയും കരണ്ടിനെ പേടിപ്പിക്കാൻ ജനിച്ചപ്പോഴേ നമ്മൾ ശ്രമിച്ചു. ശരിയാണോ തെറ്റാണോ? എലിവിഷം ആ കുട്ടിയുടെ വാപ്പ കുടിച്ചിട്ടില്ല, ഉമ്മ കുടിച്ചിട്ടില്ല, അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ കുടിച്ചിട്ടില്ല, അവന്റെ ഉസ്താദും നാട്ടുകാരും ഒന്നും ഈ എലിവിഷം കുടിക്കുന്നതും കമ്പി കൊണ്ട് പ്ലഗ് കുത്തുന്നതും ആ കുട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊന്നും പഠിപ്പിക്കാതെ, നമ്മളൊന്നും വീമ്പിളക്കാതെ ആ കുട്ടിയുടെ തലച്ചോറിൽ കമ്പി കഷ്ണത്തിനെയും ഈ കരണ്ടിനെയും കുട്ടിക്ക് പേടിയുണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പോൾ എന്തുകൊണ്ട് സിഗരറ്റിനെതിരെ ഈ ഒരു പേടി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് കുട്ടിയുടെ മുമ്പിൽ അവന്റെ ബാപ്പയും അവന്റെ ആങ്ങളെയും അവന്റെ സഹോദരനും അവന്റെ അമ്മാമനും സിഗരറ്റ് വലിക്കുന്നത് അവൻ കണ്ടു. ശരിയാണോ തെറ്റാണോ? അവന്റെ സ്കൂളിലെ മാഷ് കാട്ടുകുറ്റി പോയിട്ട് വലിക്കുന്നതും അവൻ കണ്ടു. അവന്റെ ഇഷ്ട സിനിമാ താരം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അംബാനും കൊമ്പനുമെല്ലാം ഈ സിനിമയിൽ കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കണ്ടു വളർന്ന ഹീറോയിസമാണ് ആ കുട്ടിയുടെ മനസ്സിൽ. പിന്നെ എന്തിനാ ഞങ്ങള് ബീവറേജിനെ കുറ്റം പറയുന്നത്? ഞാൻ ബീവറേജിനെ കുറ്റം പറയില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് പോവില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാൻ കഴിയുന്നൊരു മനുഷ്യജന്മമായിട്ട് എന്നെ മാറ്റണം. ആരാ മാറ്റിയത്? എൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ അച്ഛനും അമ്മയല്ല കേട്ടോ മാറ്റിയത്. എൻ്റെ അച്ഛനും അമ്മയല്ല എന്നെ മാറ്റിയത്. എന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുബൈദ ടീച്ചറും രാജേന്ദ്ര മാഷുമാണ് മദ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എനിക്ക് ശക്തി പകർന്നത്. എൻ്റെ അച്ഛൻ നല്ലോണം കുടിക്കുകയായിരുന്നു. ഞാൻ മദ്യത്തിനെതിരെ ക്ലാസ് എടുക്കുമ്പോൾ മദ്യത്തിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ അറിയോ? കുറ്റപ്പെടുത്തും തോറും നമുക്ക് അതിനോട് ആവേശം കൂടുക ചെയ്യുക. ശരിയാണോ തെറ്റാണോ? ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുമ്പോൾ കഞ്ചാവിന്റെ ഗുണഗണങ്ങളും ദോഷങ്ങളും അല്ല പറയേണ്ടത്. ആ ദോഷം പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇരിക്കും, എന്നാലൊന്ന് കാണണമല്ലോ, ലേശം വലിച്ചോക്കട്ടെ, തത്വം നോക്കട്ടെ എന്നുള്ള ഈറ്റേക്ക് തോന്നുന്നു. ശരിയാണോ? ഞാനത് വലിച്ച് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും പേടിയില്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് അറിഞ്ഞോടത്തണ്ട. കേരളം കുറേ കാര്യത്തിൽ 1ാം സ്ഥാനത്തുണ്ട്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്, ആരോഗ്യത്തിൽ 1ാം സ്ഥാനത്താണ്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഒരു സ്ഥലത്ത് പണക്കാരൻ ആരാണെന്നോ പാവപ്പെട്ടവൻ ആരാണെന്നോ മനസ്സിലാക്കാത്ത രീതിയിൽ മനുഷ്യജന്മങ്ങൾ ജീവിക്കുന്ന ഇടം ഏതാണ്? കേരളമാണ്. അത്യാവശ്യം എല്ലാവർക്കും വരുമാനമുള്ള സംസ്ഥാനം ഏതാ? കേരളം. അങ്ങനെ ഒരു തരത്തിലും നമുക്ക് വർണ്ണവർഗ വിവേചനമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ആരാ പണക്കാരനും പാവപ്പെട്ടവനും മനസ്സിലാക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ, ബംഗാളിൽ ക്ലാസ് എടുത്താൽ,
ജമ്മു കാശ്മീരിൽ പോയി ക്ലാസ് എടുത്താൽ നിങ്ങളെ മുമ്പിലുള്ള രണ്ട് വർഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാവപ്പെട്ടവനെയും മനസ്സിലാവും, പണക്കാരനെയും. വസ്ത്രധാരണത്തിന്റെ പ്രത്യേകത കൊണ്ട്. ശരിയല്ലേ തെറ്റാ? നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യനല്ലേ? കേരളത്തിൽ മാത്രമല്ലേ ഇങ്ങനെ കാണുന്നുള്ളൂ? അവിടെ നിങ്ങൾ ഉറപ്പിച്ചോ? നമ്മൾ കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ